ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ മുറിച്ച് അതിനകത്തിൽ ഈ വഴുതനയ്ക്കകത്തിലൊക്കെ ചിലപ്പോൾ അതിനകത്തിൽ പുഴുവൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് രണ്ടായിട്ടൊക്കെ കീറി അത് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തതാണ്. നമുക്കിതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ, പച്ചമുളക്, സവാള നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്കൊന്ന് പിടിക്കട്ടെ, നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടിത് ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടാക്കി ഇതൊന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചു, അത് ചൂടാക്കാം. പാൻ ചൂടായി വന്നു, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്ന് നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പിന്നെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കൊരടപ്പ് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വേവിക്കാൻ വെക്കാം. ആ 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വാടി വരും. നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് അകത്തൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി തുറന്ന് വെച്ച് തന്നെ ഇത് മെഴുക്ക് പുരട്ടാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.